അതെ, ഇന്ന് വീഡിയോ ഒന്നും ഇടാനോ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് എന്നാ നമ്മൾ വീഡിയോ ഇടുന്നത്? നമുക്ക് പെഡസ്റ്റർ ഫാൻ ഫിറ്റിംഗ് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. നമ്മൾ പെഡസ്റ്റർ ഫാൻ ഫിറ്റ് ചെയ്ത് വെച്ചതൊക്കെ തീർന്നല്ലേ? ഇനിയിപ്പോൾ ഈ ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ ഏതാ ഇന്ന് ചെയ്യണ്ടേ? ഉഷ, വികാട്, GM, മിത്താഷ എല്ലാ കൂട്ടും ഓരോന്ന് സെറ്റ് ചെയ്ത് വെക്കാന്നാണോ? ആൾക്കാരും കൊടുത്തു വിടാമല്ലോ. എളുപ്പമുണ്ടല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പെഡസ്റ്റൽ ഫാൻ ഫിറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാവേ. അപ്പോൾ നമ്മൾ സാധാരണ എല്ലാ കൂട്ടും ഓരോ മോഡൽ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ പെട്ടെന്ന് കസ്റ്റമേഴ്സൊക്കെ വന്നേച്ച് സെറ്റ് ചെയ്തുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട് എടുത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അന്നേരം നമുക്ക് തിരക്കുള്ള സമയമൊക്കെ ആണെങ്കിൽ അന്നേരം സെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ചില കസ്റ്റമേഴ്സ് പറയും ഞങ്ങൾക്ക് ഇത് പിടിപ്പിക്കാൻ അറിയത്തില്ല, അല്ലെങ്കിൽ വീട്ടിൽ ആളില്ല എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ എല്ലാ മോഡലും ഓരോന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ അവർക്കും എളുപ്പമുണ്ട്, ഞങ്ങൾക്കും എളുപ്പമുണ്ട്. അപ്പോൾ നമുക്കിപ്പം ഒരു സ്റ്റോക്ക് ഉള്ളത് GM, വിഗാർഡ്, ക്രോംപ്ടൺ, ഉഷ, TVS, മിത്താഷ, ഇത്രയും കമ്പനിയുടെ പ്രോഡക്റ്റാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. അപ്പോൾ എല്ലാ കൂട്ടും ഓരോന്നങ്ങ് സെറ്റ് ചെയ്യാം. അപ്പോൾ ആ കൂടെ പെഡസ്റ്റൽ ഫാൻ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കും പഠിക്കാം. അപ്പോൾ ഇന്ന് ആരാ ഇത് സെറ്റ് ചെയ്യുന്നേ? ഞാൻ. അപ്പോൾ അയ്യോ, ഓക്കെ, താങ്ക് യു. ഞാൻ വിചാരിച്ചു ഞാൻ ചെയ്യണമെന്ന്. സാധാരണ എന്നെ കൊണ്ടാണല്ലോ ഇവിടെ പണിയെടുപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ പെഡസ്റ്റൽ ഫാൻ സെറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ആകെ ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ ആവശ്യമുള്ളൂ. എളുപ്പം സെറ്റ് ചെയ്യാവുന്ന കേസാണിത്. ഇത് വിഗാർഡിൻ്റെ പെഡസ്റ്റൽ ഫാൻ 2 ഇയർ വാറൻറ്റി ഉണ്ട്. ഇതിൻ്റെ RPM വരുന്നത് 1330, 40 സെൻറ്റിമീറ്റർ സ്വീപ്പ്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. സ്പെസിഫിക്കേഷൻസ് പറയാനുള്ളത്. പിന്നെ ഞാൻ സ്പെസിഫിക്കേഷൻസ് എന്ന് വീഡിയോയിൽ പറയുന്നു, അത് എൻ്റെ ബോറാന്നൊക്കെ പറഞ്ഞ് കമൻറ്റൊക്കെ വരുന്നുണ്ട്. അതിപ്പം നമ്മൾ ഓരോരുത്തരും സംസാരിക്കുമ്പോൾ ഓരോ രീതി ആയിരിക്കുമല്ലോ. നമുക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ലല്ലോ അല്ലേ? ഈ വിഗാർഡിൻ്റെ ഫാൻ ഉണ്ടല്ലോ, 5 വെറൈറ്റി കളേഴ്സിൽ അവൈലബിൾ ആണ്. വൈറ്റ് ആൻഡ് ബ്ലൂ ഉണ്ട്, വൈറ്റ് ആൻഡ് റെഡ്, പിന്നെ ഫുള്ള് വൈറ്റ് വരുന്നുണ്ട്, ഫുള്ള് ബ്ലാക്ക് വരുന്നുണ്ട്, പിന്നെ ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് റെഡ് ആൻഡ് വൈറ്റ് കളറാണേ. ഇനിയാണ് പണി. വന്നോളൂ, ക്ലോസ് കാണിച്ചോളൂ. അപ്പോൾ ഇതാണ് ഈ പെഡസ്റ്റൽ ഫാനിൻ്റെ ബേസ്. ഇതതിൻ്റെ സ്റ്റെമ്മായിട്ട് വരും. അപ്പോൾ സ്റ്റെമ്മിൻ്റെ താഴെ കണ്ട ഒരു അലങ്കിയുണ്ട്, അത് നമ്മൾ ആദ്യമേ ഊരിയെടുക്കണം. ഞാൻ ചെയ്യട്ടെ, എനിക്കൂടെ പഠിക്കാറുണ്ട്. അപ്പോൾ ആദ്യം ഇങ്ങനെ വെക്കണം അല്ലേ? ഇങ്ങനെ വെച്ചിട്ട് ഇത് തിരിച്ച് പിടിക്കുക, എന്നിട്ട് അലങ്കി ഇവിടെ മുറുക്കുക. ഇത് നല്ല ടൈറ്റായിട്ട് മുറുക്കി വെക്കണം ആദ്യമേ. കണ്ടോ, ഇതിനകത്താണ് അതിൻ്റെ ബാക്കി സ്റ്റെമ്മ്. അതിങ്ങ് പൊക്കിയെടുക്കുക. ഇത് ടൈറ്റ് ചെയ്യാനും ലൂസ് ചെയ്യാനുമായിട്ടുള്ളൊരു സംഭവമാണേ. അത് നമ്മളെടുത്തു, ടൈറ്റ് ചെയ്ത് വെച്ചു. ഇനി ഇതിൻ്റെ മോട്ടർ ഇതാണ്. ഈ സാധനമാണെങ്കിൽ പിടിപ്പിക്കണ്ടേ. സാധാരണ നമ്മൾ ലെഫ്റ്റിലോട്ടാണല്ലോ സാധാരണ നോബുകളൊക്കെ ഊരിയെടുക്കുന്നത്. ഈ ഫാനിൻ്റെ ഈ ഒരു സംഭവം മാത്രം വലത്തോട്ടാണ് ഊരുന്നത്. ഇത് നമ്മൾ ഇങ്ങനെ ക്ലോക്ക് വൈസിൽ ഊരിയെടുക്കുക. ടൈറ്റ് ചെയ്യാനായിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് അത് ഊരിയെടുത്തു. ഇനി ഈ സംഭവം സാധാരണ പോലെ തന്നെ ലെഫ്റ്റിലോട്ടാണ് ഊരിയെടുക്കുന്നത്. ഇനി നമ്മൾ ലീഫ് പിടിപ്പിക്കുകയാണ്.
ഇതിൻ്റെ ഈ ചോട്ടിലെ നോബ് നന്നായിട്ട് അയച്ചു കൊടുക്കണം, എന്നിട്ട് വേണം ഇതിലേക്ക് ഫിക്സ് ചെയ്യാൻ. ഇനി ഫിക്സ് ചെയ്തിട്ട് നോബ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയും ഭാഗം കഴിഞ്ഞു, സെറ്റായി. ഇതെടുത്ത് താഴെ വയ്ക്കട്ടെ. ആദ്യം ഇത് കണ്ടോ, നമുക്ക് ഇങ്ങനെ 2 ഫ്രെയിം ഉണ്ട്. അതിൽ ഇങ്ങനെ ബാക്കിൽ ഹോള് വരുന്ന ഫ്രെയിം ആദ്യം ഇവത്തേലോട്ട് ഫിക്സ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഹോള് നോക്കിയിടണം. ഇത് കണ്ടോ, ഇവിടെ എൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവം ഉണ്ട്. അതിലേക്കാണ് നമ്മൾ ഈ ഫാന് ഹോള് കറക്റ്റായിട്ട് കയറ്റിയിടുക. അപ്പോൾ ഈ ഒരു ഹാൻഡിൽ മോളി വരുന്ന രീതിയിൽ വെക്കുക. ഇനി നട്ടിട്ട് ഈ ഒരു സംഭവം ഇട്ടും ഇത് ടൈറ്റ് ചെയ്ത് വയ്ക്കുക. ഇത്ര ഭാഗം ഓക്കെ. ഇനി ലീഫ് പിടിപ്പിക്കാം. അപ്പോൾ ലീഫിന് ഇത് കണ്ടോ, ഇവിടെ ഒരു വെട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷാഫ്റ്റേലും ഇങ്ങനെ ഒരു സ്ക്രൂ പോലെ ഒരു കമ്പി വന്നിട്ടുണ്ട്. അപ്പോൾ ആ കമ്പി ഈ വെട്ടിനകത്തോടെ കയറുന്ന രീതിയിൽ വേണം ഇതങ്ങ് കയറ്റിയിടാനായിട്ട്. അത് സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ ഈ നോബിട്ട് ടൈറ്റ് ചെയ്യുവാണ്. അപ്പോൾ ടൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് ടൈറ്റ് ചെയ്യുന്നത്, അതായത് ആൻറ്റി ക്ലോക്ക് വൈസിൽ. ഇനി നമുക്ക് ഈ ഫ്രെയിം സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഈ സംഭവം ഒന്ന് അഴിച്ചെടുക്കണം, ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഫ്രെയിം അഴിച്ചെടുത്തു. ഇതിനകത്ത് ഒരു സ്ക്രൂ ആണ്, ഇത് നമ്മൾ അയച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു നട്ടുണ്ട്. അത് അഴിക്കുമ്പോൾ ഈ നട്ട് താഴെ പോകാതെ ശ്രദ്ധിക്കണം. ആ നട്ടും കൂടെ ഉണ്ടെങ്കിൽ ഇത് ടൈറ്റ് ആവുള്ളൂ. പിന്നെ നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എത്ര ഇങ്ങനെ ഇട്ട് തിരിച്ചാലും ഇത് ടൈറ്റ് ആവത്തില്ല. അപ്പോൾ ഇത് നമ്മൾ ഈ സ്ക്രൂ ലൂസ് ചെയ്തിട്ട് ഈ ഫ്രെയിം ഇതിലേക്ക് കയറ്റി വെച്ചു. ഇതിനകത്ത് 2 വെട്ടുണ്ട്. അതിൽ ബാക്കിലെ വെട്ടിലേക്ക് ഈ ബാക്കിലെ ഫ്രെയിം ഇടുക. ഇനി ഈ ഫ്രണ്ട് വെട്ടിലേക്ക് ഈ ഫ്രണ്ടിലെ ഫ്രെയിമും കൂടെ ചേർത്ത് വെച്ചിട്ട് ഇവിടെ സ്ക്രൂ ടൈറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് വെക്കുമ്പം ഫാനിൻ്റെ ലോഗോയും പേരൊക്കെ ഉണ്ടല്ലോ, അത് നേരെ സെൻറ്ററിൽ നേരെ വരുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്യണം. ഇനി അതിങ്ങടുത്ത് ഓസിലേഷൻ നോബ്. ഇനി ഒരു പ്രധാന സംഭവമുണ്ട്. ഇതിൻ്റെ ഒരു ഓസിലേഷൻ നോബ്, അതിങ്ങനെ ഒരു പാക്കറ്റിലായിരിക്കും വരുന്നത്. അപ്പോൾ അതെടുത്തേച്ച് ഇതുണ്ടോ, ഇതിൻ്റെ ബാക്കിൽ ഒരു ഹോളുണ്ട്, അതിനകത്തൊരു നട്ടുണ്ട്. അതിലേക്ക് നമ്മളിതങ്ങ് പ്രസ് ചെയ്ത് വെക്കുക. ഇത് താത്തി കഴിഞ്ഞാൽ റൊട്ടേഷനാണ്. ഇത് വലിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോസായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ പെഡസ്റ്റൽ ഫാൻ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എളുപ്പമല്ലേ? അപ്പോൾ ഇനി പെഡസ്റ്റൽ ഫാൻ വാങ്ങുമ്പം നിങ്ങൾക്ക് തന്നെ ഇത് സെറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത് സെറ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്ന ക്രോംപ്ടൻ്റെ ഫാനാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം സെറ്റ് ചെയ്തതിന് ഈ ഒരു സ്റ്റെം പിടിപ്പിക്കാൻ അലൈൻകി ആയിരുന്നു. നമ്മളിങ്ങനെ വെച്ചിട്ട് താഴേന്ന് അലൈൻകി ഇട്ട് മുറുക്കുമായിരുന്നു. പക്ഷേ ഇതിന് അങ്ങനെയല്ല. ഇതിന് 4 സ്ക്രൂ ഇട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുണ്ട്, ഇതിന് 4 ഹോളുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ അത് ടൈറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സ്ക്രൂവും അതിൻ്റെ നട്ടും അവൈലബിൾ ആണ്. ഇത് കണ്ടോ ഇങ്ങനെ. അപ്പോൾ ഇത് 4 ഇങ്ങനെ വെക്കുക. ഇതിങ്ങനെ വെച്ചിട്ട് ഇത് തിരിച്ച് പിടിച്ചിട്ട് ഈ നട്ടിട്ട് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ 4 ടൈറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് സെറ്റാവും. ഇതാ ഇങ്ങനെ അത് നല്ലപോലെ ടൈറ്റ് ചെയ്യണം കേട്ടോ. ഒരു
ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കുക, അത്രേ ഉള്ളൂ. ബാക്കി സെറ്റിങ്സ് എല്ലാം നമ്മൾ മറ്റേ ഫാൻ സെറ്റ് ചെയ്ത പോലെ തന്നെയാണ്. ഇതിപ്പോൾ നമ്മൾ ക്രോംപ്ടൻ്റെ പെഡസ്റ്റൽ ഫാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഹൈ സ്പീഡ് ഫാനാണേ, അതുകൊണ്ട് തന്നെ നല്ല മറ്റേ നമ്മുടെ സാധാ സ്ലോ സ്പീഡ് ഫാനിൻ്റെ ഇരട്ടി കാറ്റ് ഇതിനുണ്ട്. ഭാരതീയ ന്യായ സംഹിതയുടെ 152-ാം വകുപ്പും ഒഫീഷ്യൽ സീക്രട്ട് ആക്ടിലെ 3ഉം 5ഉം വകുപ്പുകളും ചുമത്തിയാണ് ജ്യോതിക്കെതിരെ നിലവിൽ കേസെടുത്ത് അന്വേഷണം പുരോഗമിക്കുന്നത്. ഈ അന്വേഷണം ഇനി ആരിലേക്കൊക്കെ നീളും എന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു സബ്ജക്റ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.